നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ 10ാമത് നീഫെസ്റ്റ് ദേശീയ ചിത്രകലാ ക്യാമ്പും ഗ്രാമീണ കലോത്സവവും ജനുവരി 7 മുതൽ 11 വരെയുള്ള 5 ദിവസങ്ങളിലായി എങ്കക്കാട് ഗ്രാമത്തിൽ വെച്ച് നടക്കും. പ്രശസ്ത ചിത്രകാരൻ സുജിത്ത് SN ക്യൂറേറ്റ് ചെയ്യുന്ന ക്യാമ്പിൽ ടി വെങ്കണ്ണ, ചന്ദ്രഭട്ടാചാര്യ, ഗായത്രി ഗാമോസ്, കെ മുരളീധരൻ എന്നിവർ അടക്കമുള്ള 20 ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കും. അകാലങ്ങളിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ വടക്കാഞ്ചേരിയുടെ പ്രിയ നടൻ കലാഭവൻ നിയാസിനാണ് നീഫെസ്റ്റ് 10ാമത് പതിപ്പ് സമർപ്പിക്കുന്നത്. ജനുവരി 4 തീയതി വൈകിട്ട് 4:30 എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സ്മാരക വായനശാലയിൽ നവാസ് അനുസ്മരണവും സമർപ്പണവും നടക്കും. 10 വർഷമായിട്ട് നടന്നുവരുന്ന നിറച്ചാർത്ത് കലാ സാംസ്കാരിക സമിതിയുടെ ഈ വർഷത്തെ നീഫെസ്റ്റ് 10 ഈ ജനുവരി മാസം 7 തീയതി മുതൽ 11 തീയതി വരെ നടക്കുകയാണ്. എങ്കക്കാട്ടിലെ വിവിധ സ്ഥലങ്ങളിലായി 5 ദിവസമാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷവും വലിയ ജനപിന്തുണയോടുകൂടി നടന്നു വരുന്ന ഒരു ക്യാമ്പാണ്. ഈ വർഷത്തെ ക്യാമ്പ് നമ്മുടെ നാട്ടുകാരനായ അകാലത്തിൽ അന്തരിച്ച പ്രിയപ്പെട്ട കലാഭവൻ നവാസിനാണ് സമർപ്പിക്കുന്നത്. ഈ 5 ദിവസങ്ങളിലും ദേശീയ ചിത്രരചനയോടൊപ്പം തന്നെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളും ചിത്ര പ്രദർശനങ്ങളും എങ്കക്കാട്ടിലെ 3 വേദികളിലായി നടത്തുകയാണ്. പ്രധാന വേദിയായിട്ടുള്ള നിദർശനയിൽ വെച്ച് കേരളത്തിനകത്തും പുറത്തുമുള്ള 22ഓളം ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന ചിത്രരചനയും അതുപോലെ തന്നെ കലാസമിതി അങ്കണത്തിൽ കലാപരിപാടികളും നടത്തും. നിറച്ചാർത്തിൻ്റെ ഭാഗമായിരുന്ന അസ്ന ഹസ്നി എന്ന് പറയുന്ന 2 ചിത്രകാരികൾ വരയ്ക്കുന്ന ചിത്രങ്ങളുടെ പ്രദർശനം എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ സ്മാരക വായനശാലയിൽ 4 തീയതി മുതൽ 11 തീയതി വരെ നടക്കും. ഇത്രയും കാര്യങ്ങളാണ് പ്രാരംഭമായിട്ട് ഇതിനെക്കുറിച്ച്. നവാസിന്റെ സഹപ്രവർത്തകനായിരുന്ന മറിമായം ഫെയിം സലീം ഹസൻ, സിനിമാ സീരിയൽ നടൻ ഷാജു ശ്രീധർ എന്നിവർ മുഖ്യാതിഥികൾ ആയിരിക്കും. നവാസിന്റെ ഓർമ്മകളിൽ തുളുമ്പുന്ന വീഡിയോ, ഫോട്ടോ പ്രദർശനം എന്നിവയും വായനശാലയിൽ ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ മധു VP, ഷാഹുൽ ഹമീദ്, സിന്ധു ലക്ഷ്മി, ദാസ് വടക്കാഞ്ചേരി എന്നിവർ പങ്കെടുത്തു. മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 0488423266. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.